ഹായ് ഡിയേഴ്സ്, ഓണവിഭവങ്ങളിൽ ഇന്ന് വെണ്ടിക്ക ഉപയോഗിച്ച് 2 റെസിപ്പീസാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് നിങ്ങളെല്ലാവരും സാധാരണ ഉണ്ടാക്കാറുള്ള വെണ്ടിക്ക വറുത്തത് തന്നെയാണ്. അടുത്തത് വെണ്ടിക്ക കിച്ചടി. അതിനായിട്ട് ഒരു 5 വെണ്ടിക്ക എടുത്ത് നമുക്ക് തിൻ സ്ലൈസായി മുറിക്കണം. ഒരുപാട് അങ്ങ് തിന്നാക്കരുത്, അത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതും വെച്ച് ഒരുപാട് തിക്കുമാക്കരുത്, ഒരു മീഡിയം പീസസായിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. വെണ്ടിക്കയിൽ പശയുള്ളതുകൊണ്ട് കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഏകദേശം ഈ സൈസിൽ വേണം നമ്മുടെ വെണ്ടിക്ക കഷ്ണങ്ങൾ ഉണ്ടാവാൻ. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള വെണ്ടിക്ക നമുക്ക് ഫ്രൈ ചെയ്യാം. സാധാരണ നമ്മളെല്ലാം ഫ്രൈ ചെയ്യണ പോലെ തന്നെയാണ്. വെണ്ടിക്ക മുറിക്കുന്നതിന് മുൻപ് നല്ലപോലെ കഴുകി തുടച്ച് ഉണക്കി വേണം മുറിക്കാൻ, അല്ലെങ്കിൽ കത്തിയിൽ പശയായി ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ സൈസിലാണ് ഈ വെണ്ടിക്കയും മുറിച്ചെടുക്കുന്നത്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിനെ അങ്ങ് മാറ്റി വെച്ച് നേരത്തെ ഉപ്പിട്ട് വെച്ച വെണ്ടിക്ക ഉപയോഗിച്ച് ആദ്യം നമുക്ക് കിച്ചടി ഉണ്ടാക്കാം. അതിനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വെണ്ടിക്ക ഇട്ട് പതുക്കെ ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് ഇട്ട് ഇളക്കി ഉടഞ്ഞു പോകരുത്. വെണ്ടിക്കയുടെ കളറും മാറരുത്. അതിന് മുൻപ് തന്നെ വറുത്ത് നല്ല ക്രിസ്പിയായി വറുക്കണം. വറുത്ത് നമുക്ക് കോരിയെടുക്കാം. ക്രിസ്പി ആയിരിക്കണം, പക്ഷേ കളറ് പോകരുത്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമ്മുടെ വെണ്ടിക്ക, അധികം കളറും പോയിട്ടില്ല. ഇനി നമുക്ക് രണ്ടാമത് മുറിച്ച് വെച്ച വെണ്ടിക്കനെ ഫ്രൈ ചെയ്തെടുക്കണം. അത് ആദ്യം കുറച്ച് ഒട്ടലൊക്കെ ഉണ്ടാവും. ഒട്ടൽ മാറിയ ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് മിക്സ് ചെയ്ത് ഉടഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് ഒരു സവാള തിന്നായി സ്ലൈസ് ചെയ്തത് ചേർത്ത് വറുത്തെടുക്കാം. സവാളയും വെണ്ടിക്കയും ഒപ്പം തന്നെ ഫ്രൈ ആയി കിട്ടും. നമ്മുടെ വെണ്ടിക്ക ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വെണ്ടിക്ക വറുത്ത പാത്രത്തിൽ കുറച്ച് ചോറും ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. നമുക്കിനി വെണ്ടിക്ക കിച്ചടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1 പച്ചമുളക്, 1/4 ടീസ്പൂൺ ചതച്ച കടുക്, ഒരല്പം തൈര് ഇട്ട് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കണം. ഫൈൻ പേസ്റ്റായി അരച്ച ശേഷം ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. മിക്സി ജാറിൻ്റെ ടോപ്പിലും കുറച്ചുണ്ട്, അതും എടുത്ത് മാറ്റാം. നല്ല കട്ട തൈര് എടുക്കുക. അതിനെ ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ ഉടയ്ക്കുക, മിക്സിയിലിടരുത്. അത് നല്ലപോലെ ഉടച്ച ശേഷം നമ്മളിപ്പോൾ തേങ്ങ അരച്ചതിലേക്ക് ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കാം, ഉപ്പും മുളകൊക്കെ ഉണ്ടോയെന്ന്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം. അതിന് നമ്മുടെ കുഞ്ഞ് ചീഞ്ചട്ടിയിൽ ഒരു അല്പം എണ്ണ, കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ തൈര് തേങ്ങ മിക്സിയിലേക്കിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ കൺസിസ്റ്റൻസി ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ തിക്കാവും. നമ്മുടെ വെണ്ടിക്ക എപ്പോഴും ക്രിസ്പിയായി ഇരിപ്പുണ്ട്. എണ്ണ കളഞ്ഞ് ടിഷ്യൂ പേപ്പറിൽ വെച്ചത് അതിനാണ്. ക്രിസ്പിയായി ഇരിക്കും. എണ്ണ ഉണ്ടെങ്കിൽ അത് ഒട്ടി ഒട്ടി നിൽക്കും. സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ കിച്ചടിയിലേക്ക് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്രിസ്പിയായി കഴിക്കാം.